അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ വർഷത്തെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമളാൻ ഇന്നത്തോടുകൂടി നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ മഗ്‌രിബോട് കൂടി പുണ്യ റമളാനിൻ്റെ ആദ്യത്തെ രാവാണ്. റമളാനിൻ്റെ ആദ്യ രാവിൽ തന്നെ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള 2 സൂറത്തുകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതിപ്രധാനമായിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹിനെ ആരെങ്കിലും റമളാനിൻ്റെ ആദ്യത്തെ രാവിൽ, അതായത് ഇന്നത്തെ ഈ ഒരു രാവിലെ മിനിമം ഒരു തവണ ഓതിയാൽ അല്ലാഹു തആല അവൻ എന്ത് നിയ്യത്ത് ചെയ്തിട്ടാണോ ഓതിയിട്ടുള്ളത് ആ നിയ്യത്ത് അവൻക്ക് നടത്തി കൊടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി അത് മാറിക്കിട്ടാൻ നിയ്യത്ത് ചെയ്തുകൊണ്ടിട്ടാണ് സൂറത്തുൽ ഫത്ഹിനെ ഇന്നത്തെ രാവിൽ ഓതുന്നതെങ്കിൽ ആ ഒരു പ്രയാസം അല്ലാഹു തആല അവനിൽ നിന്നും നീക്കിക്കൊടുക്കുന്നതാണ്. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവനാണെങ്കിൽ കടങ്ങൾ വീട്ടി തീർക്കുവാൻ അല്ലാഹു തആല അവനെ സഹായിക്കുന്നതാണ്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവരിൽ നിന്നും രോഗങ്ങളും അതിൻ്റെ വേദനകളും അല്ലാഹു തആല പൂർണ്ണമാക്കിയിട്ടും നീക്കിക്കളയും. വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഹലാലായിട്ടുള്ള ആഗ്രഹം നടന്നു കിട്ടുവാനും അല്ലാഹു തആലയോട് ഇന്നത്തെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒറ്റ രാവിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതും സൂറത്തുൽ ഫത്ഹിനെ നിങ്ങൾ ഓതിക്കൊണ്ട്. അപ്പോൾ റമളാനിൻ്റെ ആദ്യത്തെ രാവായിട്ടുള്ള ഇന്നത്തെ ഈ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള രാവ് വളരെ പോരിശയേറിയതും ദുആകൾക്ക് അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകുന്നതുമായിട്ടുള്ള രാവാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവിൽ ഓതേണ്ട 2ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, അതായത് തബാറക. ഒരു മാസത്തിൻ്റെ ആദ്യത്തെ രാവിലെ പിറ കണ്ട ഉടനെ തന്നെ നമ്മൾ സൂറത്തുൽ മുൽക്ക് നമ്മൾ ഒരു വട്ടം ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല ആ ഒരു മാസത്തേക്ക് റബ്ബ് ഇറക്കപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്നത്തെ ഈ രാവിലെ എല്ലാവരും സൂറത്തുൽ മുൽക്കിനെ ഒരു വട്ടം ഓതുവാനും സൂറത്തുൽ ഫത്ഹിനെ നല്ല നിയ്യത്ത് നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് ഓതുകയും ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു റമളാന് നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കുവാനുള്ള ആയുസ്സും തൗഫീഖും നൽകുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.